ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റായിട്ട് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സോയ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സോയ ചങ്ക്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റായിട്ട്, അതായത് നോൺ വെജിൻ്റെ ആ ഒരു ഫീൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റായിട്ട് എങ്ങനെ നമുക്കത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഈ ഒരു കപ്പിൽ സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് സോയ ചങ്ക്സ് പല വലിപ്പത്തിലും കിട്ടും. ഏത് വലിപ്പമായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഉപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കത് ചെയ്യാം. അതിനായി ഞാൻ ഇതുപോലൊരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമ്മുടെ ഈ സോയ ചങ്ക്സിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് തിളക്കണം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്തതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇത് കുടിച്ചിട്ടുണ്ടാവും. അപ്പം നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലോണം കൈ കൊണ്ടിങ്ങനെ പിഴിഞ്ഞെടുക്കണം കണ്ടോ. അരിച്ചിട്ട് പോലും വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വെക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് വരാം. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് മസാല ഒന്നും പിടിക്കില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ മസാല ഒന്നും പിടിക്കില്ല. അതാണ് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. ഞാൻ ഇതുപോലെ എല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ ഒരു വലിപ്പത്തിലെല്ലാം നിങ്ങൾക്ക് വേണ്ടത് കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിൽ ഈ ഒരു സമയത്ത് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ തന്നെ എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഏലക്കായ, പട്ട, 3 ഗ്രാമ്പു ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 8 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു സോയയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. സോയ റോസ്റ്റ് നമുക്ക് നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിലാണ് ഇത് കിട്ടുക. ഇനി ഇതിലേക്ക് ഞാനൊരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ്. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, നീളത്തിലല്ല. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമ്മുടെ സോയ റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ
സോയ വേവിച്ചെടുക്കുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ. പൊടികളുടെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ, പച്ചവെള്ളം ചേർക്കേണ്ട. അപ്പോൾ നമ്മുടെ സോയ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കുറയും. ഞാനിതിലേക്കിപ്പോൾ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഈ മസാലയിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഈ മസാലയൊക്കെ തക്കാളി സവാളയെല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ് മതിയാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഈ സോയ ചങ്ക്സ് പെട്ടെന്ന് വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണേ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് മൂടിയെടുത്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളമൊക്കെ കുറുകി നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വയ്ക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു പുളിപ്പും ഒരു ഇത്തിരി മധുരമൊക്കെ ആയിട്ട്. ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചം അടിക്കുന്നതുകൊണ്ട് കളർ കിട്ടായിട്ടാണ് കേട്ടോ. നല്ലൊരു മണവും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പെരിഞ്ജീരകമൊക്കെ ചേർത്തത് കൊണ്ടേ ഒരു പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. നോൺ വെജിൻ്റെ അതേ ഒരു ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം നമുക്ക്. മല്ലിയിലയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും.
നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒരു 4 എണ്ണം നെടുകെ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ, ചെറിയ കഷ്ണം പീസസ്, ഒരു തക്കാളിയുടെ പകുതി ഒരു 4 പീസസ് ആയിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാം, സൈഡ് ഡിഷായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഈ സോയ ചങ്ക്സിൽ അത്യാവശ്യം പ്രോട്ടീനും ഫൈബറും കൊളസ്ട്രോളൊക്കെ കുറക്കാനുള്ള കഴിവും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അധികമായിട്ട് കഴിക്കരുതെന്ന് കേട്ടിട്ടുണ്ട്. യൂറിക് ആസിഡൊക്കെ കൂടുന്നും നമ്മുടെ ഈസ്ട്രജൻ്റെ അളവൊക്കെ കൂടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അധികമായിട്ടൊന്നും കഴിക്കുന്നില്ലെങ്കിലും ആഴ്ചയിൽ 2 തവണയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അത്യാവശ്യം വിറ്റാമിനൊക്കെ ഉണ്ട്, ഫൈബറുണ്ട്, പ്രോട്ടീൻസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാം, നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള സോയ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ട്, നമ്മുടെ നോൺ വെജിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതാ ഞാൻ ഈ സോയ റോസ്റ്റ് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. നോൺ വെജിൻ്റെ ഒക്കെ ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.